കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നവയാണ് എന്നതാണ് പ്രത്യേകത. അന്തരീക്ഷത്തിലെ വായുവിനെ കംപ്രസ് ചെയ്ത് ഇന്ധനവുമായി കലർത്തി ജ്വലിപ്പിക്കുന്നതിലൂടെയാണ് ഇത് തള്ളൽ ശക്തി അല്ലെങ്കിൽ ഒരു ത്രസ്റ്റായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നതും ഈ ബ്രഹ്മോസിൻ്റെ ഗതിവിഗതികളിലേക്ക് ഇതിൻ്റെ ആ ഒരു എന്താ പറയുക ആ ഒരു സാങ്കേതിക വിദ്യയാണ് ഇവിടെ ഉപയോഗിക്കപ്പെടുന്നത്. ഈ ബ്രഹ്മോസിന് ഉയർന്ന വേഗത നൽകുന്നത് ഈ ഒരു ത്രസ്റ്റാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യയാണെന്ന് പറയാം. നാവിഗേഷൻ സിസ്റ്റം INS എന്ന് പറയുന്ന സംവിധാനം, അതായത് വിക്ഷേപണത്തിന് ശേഷം മിസൈലിൻ്റെ സ്ഥാനവും വേഗതയും ദിശയും തുടർച്ചയായി നിരീക്ഷിക്കാൻ നമുക്ക് സഹായകമാകുന്ന മൊഡ്യൂളുകൾ അടക്കം ചെയ്തതാണ് ബ്രഹ്മോസ് മിസൈലുകൾ. ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം അല്ലെങ്കിൽ GPS പോലുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് എന്താ പറയുക, നമുക്കിതിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു നാവിഗേഷൻ സംവിധാനം ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. പിന്നെ ടെർമിനൽ ഗൈഡൻസ്, ലക്ഷ്യത്തിനടുത്തെത്തുമ്പോൾ മിസൈൽ അതിൻ്റെ ഓൺബോർഡ് റഡാർ സംവിധാനം ഉപയോഗിച്ച് ലക്ഷ്യം കണ്ടെത്തുകയും ആക്രമിക്കുകയും ചെയ്യുന്നു. അതായത് ആ ലക്ഷ്യത്തിലേക്ക് കൃത്യമായി മിസൈൽ പോയി വീഴുന്നു എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ഒരു പറക്കൽ സ്വഭാവത്തെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ ബ്രഹ്മോസ് താഴ്ന്ന ഉയരത്തിൽ, അതായത് 3 കിലോമീറ്റർ അല്ല 3 മീറ്ററുകൾ, ഏറ്റവും അടുത്ത് കിടക്കുന്ന 3 മീറ്ററുകൾക്ക് മുകളിൽ പറക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും ഉയർന്ന എന്താ പറയുക മേന്മ എന്ന് പറയുന്നത്. ലക്ഷ്യത്തിനടുത്തെത്തുമ്പോൾ മിസൈൽ കുത്തനെ മുകളിലേക്ക് ഉയർന്ന് താഴേക്ക് പതിക്കുന്ന രീതിയിൽ ആക്രമണം നടത്താൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. കപ്പലുകളോ മറ്റു ഉറച്ച ലക്ഷ്യങ്ങളോ ആണെങ്കിൽ അവയുടെ ദുർബലമായ ഭാഗങ്ങളിൽ ആഘാതമേൽപ്പിക്കാൻ ഇതിനെ സഹായിക്കുന്നത്. അതായത് മിസൈൽ തന്നെ ഇത് ഒരു ഐഡിയ ഉണ്ടാക്കി കൃത്യമായ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആ ലക്ഷ്യം തകർക്കുന്നു എന്നുള്ളതാണ് സംഗതി. ബ്രഹ്മോസ് മിസൈൽ പല വകഭേദങ്ങളായി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഓരോന്നും വ്യത്യസ്ത പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് വിക്ഷേപിക്കാൻ രൂപകൽപ്പന ചെയ്തവയുമാണ്. അതായത് ഷിപ്പിൽ നിന്ന്, അല്ലെങ്കിൽ എയർക്രാഫ്റ്റുകളിൽ നിന്ന്, അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് കാരിയറുകളിൽ നിന്ന്, അതേപോലെ തന്നെ ലാൻഡിൽ നിന്നും ഒക്കെ വർഷിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഇതിൻ്റെ രൂപകൽപ്പന. ലാൻഡ് അറ്റാക്കിനെ പറ്റി നമ്മൾ സൂചിപ്പിക്കുകയാണെങ്കിൽ കരസേനയുടെ ഉപയോഗത്തിനായി രൂപകൽപ്പന ചെയ്ത മൊബൈൽ ഓട്ടോണമസ് ലോഞ്ചറുകളിൽ ഇത്തരം ലോഞ്ചറുകളിൽ നിന്ന് വിക്ഷേപിക്കാൻ സാധിക്കുന്ന തരത്തിൽ ഇതിൻ്റെ ഒരു ലാൻഡ് വേർഷൻ നമുക്ക് കാണാനായിട്ട് കഴിയും. ആൻറ്റി ഷിപ്പ് നാവികസേനയുടെ ഉപയോഗത്തിനായി രൂപകൽപ്പന ചെയ്ത ഇത് യുദ്ധക്കപ്പലുകളിൽ നിന്നും അന്തർവാഹിനികളിൽ നിന്നും വിക്ഷേപിക്കാൻ സാധിക്കുന്ന തരത്തിലാണ്. അതേപോലെ തന്നെ സബ്മറൈൻ ലോഞ്ച്ഡ് വേരിയൻറ്റ്, ഈ തരത്തിലും, അതായത് സബ്മറൈനുകൾ, വെള്ളത്തിനടിയിലൂടെ സഞ്ചരിക്കുന്ന സബ്മറൈനുകളിൽ നിന്നും ടോർപിഡോ ട്യൂബുകൾ വഴി വിക്ഷേപിക്കാൻ സാധിക്കുന്ന രീതിയിൽ വികസിപ്പിച്ചെടുത്തിട്ടുള്ള വകഭേദങ്ങളും ബ്രഹ്മോസിനുണ്ട് എന്നുള്ളതാണ്. പിന്നെ എയർ ലോഞ്ച്ഡാണ്, അതായത് യുദ്ധവിമാനങ്ങളിൽ നിന്ന് നേരിട്ട് ഇതേപോലെ വർഷിക്കാനായിട്ട് കഴിയുന്ന തരത്തിൽ